ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും വീണ്ടും അറിയിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഈ ചെയ്യുന്ന ഈ ഒരു വീഡിയോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിസ്ത്യൻ ലൈഫിൻ്റെ ഏറ്റവും വലിയ ഫൗണ്ടേഷൻ, ഈ മർമ്മം എന്നൊക്കെ പറഞ്ഞില്ലേ, മിസ്റ്ററി എന്നൊക്കെ പറഞ്ഞില്ലേ, അതാണ്. ഇത് ശരിയാവണ്ണം ഗ്രഹിച്ചാൽ നമുക്ക് ക്രിസ്ത്യൻ ലൈഫ് ജയകരമായിട്ട് ജീവിക്കാൻ പറ്റും. അല്ല, നമുക്ക് ശിശുക്കളായിട്ടിരുന്നാൽ മതി, ഇങ്ങനെ പാലും കുടിച്ച് ഞാനെപ്പോഴും പറഞ്ഞല്ലോ, ഗോഡ് ഈസ് ലവ്, കർത്താവ് ആരെയും നരകത്തിൽ വിടത്തില്ല, പിശാചിനെ പോലും കർത്താവ് രക്ഷിക്കും എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി അലക്ഷ്യമാക്കി നമുക്ക് പലപ്പോഴും സ്പിരിച്വൽ ഗ്രോത്തും മച്യൂരിറ്റിയും വരാത്തതുകൊണ്ടാണ് നമുക്ക് ഡിസേൺമെൻറ്റ് കിട്ടാത്തത്. കർത്താവിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ ഡിസിപ്ലിൻ എന്താണെന്നും കർത്താവുള്ള അനുസരണം എന്താണെന്നും പിടികിട്ടാതെ പോകുന്നത് നമുക്ക് സ്പിരിച്വൽ ഗ്രോത്ത് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കണം ഈ ദിവസത്തിൽ. പരിശുദ്ധാത്മാവെ, കർത്താവ് ചെയ്തതിൻ്റെ മുഴുവൻ ഫുൾനെസ് ഞങ്ങൾക്ക് അനുഭവിക്കാനായിട്ടുള്ള കൃപ തന്നെ. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കാതെ നമ്മളെ ആ സത്യം അറിയുകയും സത്യം നമ്മളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും ഓർത്തോണം, നമ്മൾ കർത്താവിനെ ലിമിറ്റ് ചെയ്യരുത്. അല്ലെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ ആയിട്ട് കർത്താവ് തരാൻ ഉദ്ദേശിക്കുന്ന ആ ഗ്രോത്തിനെ നമ്മൾ ലിമിറ്റ് ചെയ്യരുത്. എങ്ങനെ നമ്മൾ ലിമിറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തടയാൻ പറ്റും. എനിക്ക് ഇത്രയും മതി. ചില ആൾക്കാരുടെ വിദ്യാഭ്യാസം കണ്ടില്ലേ, എങ്ങനെയെങ്കിലും 10th അല്ലെങ്കിൽ ഒരു +2 വരെ പോകണം, അതിനുശേഷം വേറെ എന്തെങ്കിലും പോകും. അപ്പോൾ അവർ തന്നെ അവരെ ലിമിറ്റ് ചെയ്യും. സാഹചര്യം കൊണ്ട് പഠിക്കാൻ പറ്റാത്തതുണ്ട്. അതല്ല, ചില ആൾക്കാർ എനിക്ക് ഇത്രയും മതി എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ആത്മീയലോകത്ത് നോക്കാമെങ്കിൽ അനേക ആൾക്കാർ എടുത്ത് നോക്കുക. എല്ലാവരും അവരുടെ ജീവിതത്തിൽ ബാക്കി എല്ലാത്തിനും ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അവരുടെ ജോലിക്ക്, അവരുടെ പിള്ളേരുടെ കാര്യങ്ങൾക്ക്, അവരുടെ എഡ്യൂക്കേഷന്, അല്ലെ അവരുടെ കരിയറിലേക്ക്, ബിസിനസ്സിനെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കും. പിന്നെ സ്പിരിച്വാലിറ്റി കൊടുക്കുന്നു. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ബാക്കിയുള്ളതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ 1% അല്ലെ മാക്സിമം 5 or 10%. കാരണം അതുകൊണ്ട് തൃപ്തൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കർത്താവിന് വേണ്ടിയിട്ട് നമ്മൾ എന്തോ ഒരു സാക്രിഫൈസ് ചെയ്യുന്ന പോലെയാണ് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ പള്ളിയിൽ പോകുന്നത്, പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് സമയത്ത് ബൈബിൾ വായിക്കും. അപ്പോൾ നമ്മൾ അത് വാസ്തവത്തിൽ നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന എന്തോ ഒരു നേർച്ച പോലോ അല്ലെങ്കിൽ ഒരു ഹഫ്ത പോലോ അല്ലെങ്കിൽ ഒരു കൈക്കൂലി പോലെ പലപ്പോഴും ആ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്നു. സ്നേഹം ഞാൻ ചിലപ്പം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളുമായിട്ട് നമുക്ക് എത്ര സമയം വേണമെങ്കിലും സംസാരിച്ചാലും നമുക്ക് മടുക്കും. എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ കൂടെ നമുക്ക് ഇരിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് പെട്ടെന്ന് മടുക്കുന്നത്? എന്തുകൊണ്ടാണ് പെട്ടെന്ന് നമ്മൾ അലക്ഷ്യമായിട്ട് പല കാര്യങ്ങളോട് നമ്മുടെ ചിന്തകൾ പോകുന്നത്? അല്ലെ പെട്ടെന്ന് നമ്മൾ എഴുന്നേറ്റ് പോയി മറ്റ് ജോലികൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മളത് അനുഭവിക്കുന്നില്ല, അല്ലെങ്കിൽ കർത്താവിനുള്ള സ്നേഹം ശരിയായിട്ട് വന്നിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പോഴും തിരിച്ചത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ സ്പിരിച്വാലിറ്റി, ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ പിറക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അവൻ്റെ ആത്മീയത എന്ന് പറഞ്ഞാൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഉള്ള വളർച്ച, കർത്താവിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുക. അത് ഈ ഭൂമിയിൽ കർത്താവിൻ്റെ ആത്മാവിനെ കൂടാതെ നടക്കാൻ പറ്റത്തില്ല എന്നൊരു ദൈവഹിത പറയാം. നടക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, ഇന്നലെ പറഞ്ഞു, നമ്മളൊക്കെ ഒത്തിരി നടന്നത്. പക്ഷേ ഒരു ക്രിസ്ത്യൻ, ആസ് എ ക്രിസ്ത്യൻ, ഒരു ദൈവം എന്ന രീതിയിൽ ഒരു ദൈവവൈതലാണോ? ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടണം. അല്ലെങ്കിൽ ദൈവവേദന നമുക്ക് ഒരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് പറയാവുന്നതേ ഉള്ളൂ, നമ്മുടെ കർത്താവ് അംഗീകരിക്കത്തില്ല. അതായത് പ്രശ്നം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രയോറിറ്റീസ് നമ്മൾ സെറ്റ് ചെയ്യണം. എൻ്റെ ജീവിതത്തിൽ കർത്താവ് കഴിഞ്ഞിട്ട് മതി ബാക്കിയെല്ലാം, അങ്ങനെ ഒരു തീരുമാനം വേണം. 1ാം സ്ഥാനം കർത്താവ്, ബാക്കിയെല്ലാം അതിനുശേഷം. കാരണം വചനം അങ്ങനെയല്ല പറഞ്ഞത്. ആദ്യമേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക. കർത്താവിൻ്റെ ഓഫറാണ്, കർത്താവിൻ്റെ പ്രോമിസാണ്. ആദ്യമേ നിങ്ങൾ എൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അല്ലെങ്കിൽ എങ്ങനെ ആത്മാവിനാൽ നടത്തപ്പെടാം, എങ്ങനെ ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾസിൽ അനുസരിച്ച് നടക്കാം ഈ ലോകത്തിൽ, അല്ലെങ്കിൽ എങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയാം, അത് ചെയ്യാം. അതായത് രാജ്യവും നീതി അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അതിന് എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ടതെന്നുള്ള തിരിച്ചറിവ് ആദ്യമേ അത് ചെയ്യുന്നില്ല. ബാക്കി നിങ്ങളിപ്പോൾ പ്രയോറിറ്റീസ് കൊടുക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഞാനത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞൊരു പ്രിൻസിപ്പിളാണ് കേട്ടോ. പ്രിൻസിപ്പിളല്ല, ഏറ്റവും വലിയൊരു ഒരു 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 കർത്താവിന് വലിയൊരു പ്രോമിസാണ്, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഏറ്റവും വലിയൊരു ഇൻസ്ട്രക്ഷൻ ശരിയായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാനത് തിരിച്ചറിഞ്ഞപ്പോൾ ചില പ്രതിസന്ധി കൂടെ പോയപ്പോഴാണ് ഈ വചനം എന്നെ സ്ട്രൈക്ക് ചെയ്തതും
അതിൻ്റെ ഒരു ഡെപ്ത് പരിശുദ്ധാത്മാവിൽ തന്നു. ഞാൻ അന്ന് തീരുമാനിച്ചു. ബാക്കി കാര്യങ്ങളെല്ലാം ഇതിന് ശേഷം ട്രമൻഡസ് ആയിട്ടുള്ള അതിൻ്റെ റിസൾട്ട് ഞാൻ കണ്ടു, എൻ്റെ ജീവിതത്തിൽ കണ്ടു, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കും. എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി വരിക എന്നല്ല അതിൻ്റെ മീനിങ് കേട്ടോ. പക്ഷേ എന്ത് വന്നാലും നമ്മൾ കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കർത്താവിൻ്റെ കരങ്ങൾ, ബിക്കോസ് വി ആർ ഇൻ ഹിം, നമ്മൾ അവനില്ല. കാരണം എന്താ, നമ്മൾ അവൻ്റെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടല്ല കേട്ടോ, പക്ഷേ നമ്മൾ അവൻ്റെ ഹിതപ്രകാരം, അവൻ്റെ ആഗ്രഹപ്രകാരം വി ബിലോങ് ടു ഹിം. അപ്പോൾ ആ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിൽ വന്നില്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് കൊണ്ട് നമുക്ക് നഷ്ടമേ ഉണ്ടാകത്തുള്ളൂ. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒത്തിരി സമയം നമ്മൾ അതിനോട്, ഒത്തിരി സമയമല്ല, ഈ ഡെയിലി 10 മിനിറ്റ് ആണെങ്കിലും 15 മിനിറ്റ് ആണെങ്കിലും നമ്മുടെ ലൈഫ് ടൈം സ്പാൻ ഒന്ന് എടുത്ത് വെച്ചിട്ട് ഈ അത്രയും ദിവസം ഈ 10 മിനിറ്റ് കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യും, വലിയൊരു എമൗണ്ടാണ്. അത്രയും സമയം നമ്മൾ വേസ്റ്റ് ആക്കി. കാരണം കർത്താവിന് പ്രയോജനമില്ല, അല്ലെങ്കിൽ കർത്താവിനെ അപ്രൂവ് ചെയ്യുന്നില്ല, അതുകൊണ്ട് നമുക്കൊരു ബെനിഫിറ്റ് കിട്ടുന്നുമില്ല. അപ്പം ഈ ഒരു ക്രിസ്ത്യൻ ലൈഫ് മാറട്ടെ. ഈ ക്രിസ്ത്യൻ ലൈഫ് മാറിയിട്ട് ശരിക്കുള്ള സ്പിരിച്വൽ, നമ്മളില്ലേ സോളിഷ് ആണ് ഇതെല്ലാം, എന്തൊക്കെയോ ചെയ്ത് കർത്താവിനെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നു. ജഡത്തിൽ നമ്മുടെ സ്വഭാവത്തിന് വലിയ മാറ്റമില്ല. പ്രാർത്ഥിക്കുന്ന 10 മിനിറ്റത്തേക്ക് നമ്മൾ അടങ്ങിയിരിക്കും, അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്ന 1 മണിക്കൂർ നമ്മൾ അടങ്ങിയിരിക്കും, അല്ലെങ്കിൽ സഭായോഗങ്ങളിൽ പങ്കെടുക്കുമ്പോൾ 2-3 മണിക്കൂർ അടങ്ങിയിരിക്കും. അതിനുശേഷം നമ്മുടെ സ്വഭാവം പഴയത് തന്നെ. സംസാരത്തിൽ മാറ്റമില്ല, ചിന്തകളിൽ മാറ്റമില്ല, ആഗ്രഹങ്ങളിൽ മാറ്റമില്ല, പെരുമാറ്റത്തിൽ മാറ്റമില്ല. കർത്താവിനെ